അമേരിക്കയുടെ പുകക്കുഴൽ കത്തിയാണ് മേഘപാളിക്ക് വിള്ളലുണ്ടായി എന്ന് റഷ്യ പറഞ്ഞു. എന്നാൽ മേഘത്തിന് പാളികളില്ലെന്ന് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഈ ശാസ്ത്രം ഇവിടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. കൊറോണ വന്നപ്പോൾ ചൈനക്കാരുടെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചു. അതിനു മുമ്പ് ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡത്തിൽ അവിടുത്തെ ആറ്റിലും തോട്ടിലും കുളത്തിലുമൊക്കെ ഒരുപാട് മത്സ്യങ്ങൾ ചത്ത് പൊങ്ങി. ആ മത്സ്യങ്ങളുടെ പ്രതിഭാസം ലോകത്തെ സർവ്വ രാജ്യങ്ങളിലും ഉണ്ടായി. അത് കാലക്രമേണ താനേ മാറിപ്പോവുക തന്നെ ചെയ്തു. അന്ന് ഓസ്ട്രേലിയയുടെ ഫാക്ടറികളിൽ നിന്നും ഒഴുക്കുന്ന മലിനജലത്തിനായിരുന്നു അതിൻ്റെ കുറ്റം. എന്ന് പറഞ്ഞ പോലെയാണ് കൊറോണ വന്നപ്പോൾ അമേരിക്ക പറഞ്ഞു ചൈനക്കാരുടെ ആഹാരത്തിൽ മാംസത്തിൽ നിന്നാണ്. സത്യത്തിൽ അതൊന്നും അല്ല. അമേരിക്ക ഭൂഖണ്ഡം അന്യഗ്രഹത്തിൽ പ്രവേശിക്കാൻ വേണ്ടി റോക്കറ്റ് വിക്ഷേപണം നടത്തി. ആ റോക്കറ്റ് ഇടിച്ചു കയറിയത് മേഘപാളിയിലല്ല, മറ്റേതോ ഗ്രഹത്തിൻ്റെ ഭാഗങ്ങളാണ്, അഗ്രഭാഗത്തിലാണ്. അത് ഒരു പക്ഷേ ശനിഗ്രഹമോ അല്ലെങ്കിൽ അശ്വനി ഗ്രഹമോ ആയിരിക്കും. അതാണ് അതിൻ്റെ സത്യം. ആ വിള്ളലിലൂടെയാണ് ഭൂമിയിൽ അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുന്നത്. അത് 4 വർഷം കൂടുമ്പോൾ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയുടെ മാറ്റത്തിൻ്റെ അനുസരിച്ച് എവിടെയാണോ ആ രശ്മി വീഴുന്നത് അവിടെ അണുപ്രസരണം ഉണ്ടാവും. അതിൽ നിന്നാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അത് പറയാനുള്ള, ആ സത്യം പറയാനുള്ള മനസ്സ് ആർക്കും ഇല്ലെന്നുള്ളതാണ്. പകരം പട്ടിക്കും പൂച്ചയ്ക്കും പന്നിക്കും കുരങ്ങിനുമൊക്കെ കൊണ്ടങ്ങ് ചാർത്തി വിദഗ്ധ ശാസ്ത്രലോകം അവർക്കുതകുന്ന രീതി അതിന് ഔഷധം ഉണ്ടാക്കി കോടികളങ്ങ് സമ്പാദിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന വലിയ നേട്ടങ്ങളുടെ പിന്നിൽ ഭൂമിയിലെ സർവ്വ മനുഷ്യരും അനുഭവിക്കുന്ന ദുരന്തം ആരും കാണുന്നുമില്ല, പറയുന്നുമില്ല, പ്രതിവിധികൾ കണ്ടെത്തുന്നുമില്ല. ഇതൊക്കെ സത്യത്തിൽ വൻ രാഷ്ട്രശക്തികൾ കാണിച്ചു വയ്ക്കുന്ന ഒരു പണത്തിൻ്റെ അല്ലെങ്കിൽ ശക്തി സാമ്രാജ്യത്തിൻ്റെ ഒരു മേൽക്കോയ്മയ്ക്ക് വേണ്ടി മാത്രം ആണെന്നുള്ളതാണ് അതിൻ്റെ ശരി. അത് വരും കാലങ്ങളിൽ മറ്റ് വലിയ വിപത്തിനും കാരണമായി തീരും എന്നതുള്ളത് സത്യം തന്നെയാണ്. ഇനിയും കാണാത്തതിൻ്റെ പിന്നാലെ പോകാതെ കണ്ടത് സത്യമായി പറയാനും പഠിപ്പിക്കാനും
എല്ലാ രാജ്യക്കാരും തയ്യാറാകുന്നതാണ് ഉത്തമം.